10 പേരെ പൊട്ടിച്ചു കൊല്ലലല്ല, 10 പേരെ പൊട്ടിച്ചു കൊല്ലലല്ല. എന്റെ പിതാവ് മരണപ്പെട്ടു പോയ വീരമൃത്യു വരിച്ച ആ പ്രിയപ്പെട്ട സഹോദരന്റെ മകള് പറയുന്നു, കാശ്മീരിൽ എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി. അല്ലാഹ് അവരെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. കണ്ണ് തുറക്കാൻ പൊട്ടന്മാർക്ക് പറ്റുന്നില്ല, കാരണം കാത് കുറക്കാൻ പൊട്ടന്മാർക്ക് പറ്റുന്നില്ല, മിണ്ടാൻ പൊട്ടന്മാർക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹു ശീലി വെച്ചു സുമ്മും ബുക്കുമുന് ഉമ്മിയുൻ അന്ധത, ബധിരത, മൂകത ഒന്നും കാണാൻ പറ്റുന്നില്ല. ചാനലുകാർക്ക് ഇപ്പൊ വലിയ തിരക്കൊന്നുമില്ല, കാരണം അവിടെയുള്ള ഓരോരുത്തരും പറയുന്നു, മുസ്ലിങ്ങൾ അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ, ഞങ്ങൾക്ക് കവചമായി, രക്ഷയായി, പ്രതിരോധമായി ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് വലിയ ഒരു പ്രതിരോധത്തിന്റെ കോട്ട കെട്ടിയത് മുസ്ലിമീങ്ങളാണ്. അല്ലാഹു അവരെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വമൻ ജാഹദ എന്ന് പറഞ്ഞാൽ കുറച്ച് ബോംബ് വെച്ച് പൊട്ടിക്കുക എന്നുള്ളതല്ല. സുബൈയുടെ ബാങ്ക് കേൾക്കുമ്പോൾ എഴുന്നേക്കുന്നത് ജിഹാദാ, സ്വന്തത്തോടുള്ള ജിഹാദ്. ബാക്കി ആരുടെ മുമ്പിൽ എണീറ്റിക്കാനുള്ള ആംബിയർ ഉണ്ടാവും, പക്ഷെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാൻ ചിലപ്പോ കഴിയണമെന്നില്ല. അതൊരു ജിഹാദാ. വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി. സൂറത്തുൽ അൻകബൂത്ത് അല്ലാഹ് പറയുന്നു, ഒരാൾ ജിഹാദ് ചെയ്യുന്നത്, ധർമ്മസമരം ചെയ്യുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അവന് തന്നെയാണ് അതിന്റെ ഗുണമുള്ളത്, അവന് തന്നെയാണ് അതിന്റെ ഗുണമുള്ളത്. ജിഹാദ് പല സൈസ് ഉണ്ട്. ഈ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ എന്തിനാ നമുക്കിങ്ങനെ ഒരു വല്ലാത്തൊരു വിമ്മിട്ടം? നമുക്ക് എന്തിനാണ്? അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉള്ള ആളുകൾക്ക് എന്താ ഇത്ര വിമ്മിട്ടം? ഈ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ എന്താ? ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ പല പല ഭാഗങ്ങളിൽ അതിൻ്റെതായ മൂല്യം നിർണയിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ സ്വന്തത്തോട് കാണിക്കുന്നത് ജിഹാദാണ്, ഏറ്റവും വലിയ ജിഹാദ്. സഹാബാക്കളും നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ്, വലിയ ഒരു യുദ്ധം, അത് കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ഒരു ചെറിയ യുദ്ധം കഴിഞ്ഞാൽ നമ്മൾ വന്നത്, ഇനി വലിയ യുദ്ധം ബാക്കിയുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, നിരന്തരം മണിക്കൂറുകളോളം ശത്രുക്കളോട് പോരാടിയ ഈ വലിയ യുദ്ധത്തെക്കാൾ വലുതിനി വരാനുണ്ടോ നബിയെ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വന്തത്തോടുള്ള ജിഹാദാണ്, ഇതിലും വലിയ ജിഹാദ്. ബക്കറ്റ് കൊണ്ടുവരുമ്പോ പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്തിടുന്നത് ജിഹാദാ, അത് ജിഹാദാണ്. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. സുബൈയുടെ ബാങ്ക് കേൾക്കുമ്പോൾ എണീറ്റ് നിസ്കരിക്കുന്നത് ജിഹാദാണ്. അക്രമകാരിയായ അധികാരിയുടെ കോട്ടകൊപ്പളങ്ങളിൽ ചെന്നിട്ട് ചൂണ്ടുവിരൽ മുഖത്തേക്ക് ചൂണ്ടിക്കിട്ട് താൻ കാണിക്കുന്നത് അനീതിയാണ് എന്ന് പറയുന്നത് ജിഹാദാണ്, അത് ജിഹാദാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ധിക്കാരിയും ഭരണാധികാരിയുമായ, ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ അധികാരിയുടെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് താൻ കാണിക്കുന്നത് ഏറ്റവും വലിയ അനീതിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ധാർമ്മികമായ രോഷം അണപൊട്ടി ഒഴുകി. ഹജ്ജാജ് ബിൻ യൂസുഫ് ചോദിച്ചു, ഞാൻ ആരാണെന്നറിയോ? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, തലയിൽ കെട്ടിയിരുന്ന തലപ്പാവ് ചൂണ്ടിക്കാണിച്ചിട്ട് ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, ഇതെന്റെ തലപ്പാവ് മാത്രമല്ല, സുന്നത്തായ തലപ്പാവ് മാത്രമല്ല, ഇതെന്റെ നിർബന്ധമായ കഫൻ പുടവ കൂടിയാണ്. ഞാൻ മരിച്ചാൽ, ഏത് സമയത്ത് മരിച്ചാലും എന്റെ കഫൻ പൊതിയാൻ എന്റെ കഫൻ പുടവ എന്ന നിർബന്ധമായ ഒരു തുണിയും കൂടിയാണിത്, സുന്നത്തായ തലപ്പാവ് മാത്രമല്ല എന്ന് പറഞ്ഞത്. 4 മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് പ്രസ്ഥാന ബോധനം ചെയ്യുന്ന പണ്ഡിതന്മാരെയല്ല വർത്തമാനകാല രാജ്യത്ത് ആവശ്യമായത്. തന്റെ ഇടത്തോടുകൂടി, ആണത്തത്തോടുകൂടി അധർമ്മകാരിയായ ധിക്കാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ നോക്കിയിട്ട് താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ, അതിന്റെ പേരിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അതെല്ലാം ജയിലിൽ കിടന്നത് ആണുങ്ങളാണ്, ജയിലിൽ കിടന്നിട്ടുള്ളത് ആണുങ്ങളാണ്. അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം ആണായിരുന്നു, ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണാണ്, ജയിലിൽ കിടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആണത്വം എന്ന് പറയുന്നത് ആണുങ്ങൾക്കുള്ളതാണ്, ജയിൽ എന്ന് പറയുന്നത്, ആണത്വം എന്ന് പറയുന്നത് ഇരുന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ പ്രവർത്തിച്ച് തേയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് അങ്ങോട്ട് പൊട്ടാറുണ്ട്. അങ്ങനെ പൊട്ടേണ്ട കാര്യമൊന്നുമില്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നമസ്കാര സമയമാകുമ്പോൾ നിസ്കരിക്കാനുള്ള മാനസികമായ ഒരു സംഘർഷം ഉണ്ടാകുന്നു. അവന്റെ നഫ്സാനിയത്തും ഹയവാ
ഹൈവാനിയത്തും അവന്റെ ശൈത്താനിയത്തും തമ്മിൽ നടക്കുന്ന ഒരു പോരാട്ടമുണ്ട്. അതിൽ നഫ്സാനിയത്തിനെ പടവെട്ടി ശൈത്താനിയത്തിനെ അടിച്ചമർത്തിയിട്ട് മൃഗീയമായ ആ ഹൈവാനിയത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവന്റെ റൂഹിയായ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പേരാണ് ജിഹാദ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു അത് നിങ്ങൾക്കുള്ളതാണ്. സൂറത്തുൽ അൻകബൂത്ത് തീരുന്നില്ല. സൂറത്തുൻ നംൽ അല്ലാഹ് പറയുന്നു നീ സന്മാർഗം ശ്രദ്ധിച്ചാൽ ആർക്കാണ് ഗുണം? നിനക്കാണ് ഗുണം. നീ മുസ്ലിമായാൽ മുസ്ലിം ഐഡന്റിറ്റിക്ക് ഇത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന് എന്തെങ്കിലും നേടാനില്ല. മറിച്ച് നീ രക്ഷപ്പെട്ടു, നീ മതത്തിൽ നിന്ന് പോയി. എന്നിട്ട് പറയാണ് അങ്ങനെ ഇതിൽ ആള് കൂടണ്ട എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനൊന്നും സംഭവിക്കാനില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു സൂറത്തുൻ നംൽ നിനക്കാണ് അതുകൊണ്ട് നേട്ടമുണ്ടാവുക, അല്ലാതെ അള്ളാഹ് അതുകൊണ്ട് യാതൊരു നേട്ടകോട്ടങ്ങളോ വാട്ടചാട്ടങ്ങളോ ഒന്നും അള്ളാഹ്ക്കില്ല. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധമായ ഹിദായത്തിന്റെ ആളായാൽ ഇസ്ലാമിനൊന്നുമില്ല. മിസ് കോൾ അടിച്ച് ആളെ കൂട്ടുന്ന പ്രസ്ഥാനം അല്ലല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. കോളനി ഉണ്ടാക്കി കൊടുത്തും സൈക്കിള് കൊടുത്തും ഓട്ടോറിക്ഷ കൊടുത്തും അല്ലെങ്കിൽ ആളുകൾക്ക് ജോലി കൊടുത്തും ഒന്നും ആളെ കൂട്ടുന്ന ഇസ്ലാം അല്ലല്ലോ. ഇവിടെ പരിശുദ്ധ ഇസ്ലാമില് ഉള്ള ആളുകൾക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ പോടാ എന്ന് പറയുന്ന ആദർശമാണ് ഇസ്ലാമിന്റെ ആദർശം. എന്താ പറഞ്ഞത്? അൽ ജന്നത്തു ലിൽ മുതീഅ, ഇവിടെ വഴിപ്പെടുന്നവനാണ് സ്വർഗം. വലൗ കാന അബ്ദൻ ഹബശിയ, നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട എത്യോപ്യക്കാരനായ കറുത്ത ടാറ് പോലെ കരിനിറമുള്ള കാപ്പിരിയായ മൂക്ക് ചപ്പിയിട്ട് തലമുടി സ്പ്രിങ് പോലെ വളഞ്ഞു പൊളഞ്ഞുള്ള കാണാൻ വൈകൃത കോലമുള്ള ഒരു കീല് പോലത്തെ മനുഷ്യനാണ് അള്ളാഹുവിന് വഴിപ്പെടുന്നതെങ്കിൽ അവന് സ്വർഗമുണ്ട്. അന്നാറുലിൽ ആസി, നരകം പാപിക്കാണ്. വലൗ കാന വലദൻ ഖുറശിയ, അഷ്റഫുൽ ഖൽഖിന്റെ തറവാടായ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ പോലും തോന്നിയാസിയായാൽ അള്ളാഹു അവന് കൊടുക്കുന്നത് നരകമാണ്. അപ്പൊ ഇസ്ലാമിലുള്ള ആളുകളെ തന്നെ നല്ലതാണെങ്കിൽ എടുക്കുള്ളൂ, പിന്നെയാണ് ആ പുറത്തുള്ളതിനൊക്കെ എടുത്ത് വാരിക്കൂട്ടുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു സന്മാർഗം സിദ്ധിച്ച നിങ്ങൾക്കുള്ള ഇസ്ലാമിന് അതിന്റെ പേരിലൊന്നുമില്ല. എന്തെങ്കിലും പൊട്ടിച്ച് ആരെങ്കിലും കൊന്നിട്ട് ഇസ്ലാമിനെ ആളെ കൂട്ടാന്നുള്ള ഒരു തത്വം ഇസ്ലാമിനില്ല. ആരെയും വേണ്ട. ഒരു ഉറുമ്പിനെ പോലും നോവിച്ചാൽ, ഞാൻ ഒരു കാര്യം കൂടി ഓർത്തപ്പോ ഞാൻ പറഞ്ഞോട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. ഗർഭസ്ഥ ശിശുവായ ഇസ്മായിൽ നബിയെയും പ്രസവാനന്തര ശുശ്രൂഷ വേണ്ടി വരുന്ന ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഏറ്റവും കൊടുക്കേണ്ട പ്രൊട്ടക്ഷനും പരിരക്ഷയും കൊടുക്കേണ്ട ഘട്ടത്തില് നമുക്കറിയാലോ, നമ്മളൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ വേദ പിടിക്കുന്നത് 10-40-90 ദിവസം വേദ പിടിക്കുക. ഏത് വീട്ടിലാ? എന്റെ ഭാര്യയുടെ വീട്ടിലെ വേദൊന്നും പിടിക്കൂല എന്നൊക്കെ ആരാ പറയാ? അതൊന്നും ഇസ്ലാമിലെ റസൂലുള്ള വേദ പിടിച്ചില്ല, കൊണ്ട് ഞാൻ വേദ പിടിച്ച് നിന്റെ പെണ്ണുങ്ങൾക്ക് പൊള്ളാൻ പോകുന്നു. ആർക്കാ നട്ടം? നീ പ്രസവിക്കാൻ നേരത്ത് എന്റെ വീട്ടിനകത്ത്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെ ഭാര്യയുടെ സ്വകാര്യ ഭാഗങ്ങൾ ആരും കാണണ്ട. അതുകൊണ്ട് ഞാൻ തൈക്കാട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഇനി പോയാൽ തന്നെ നഴ്സ് മറയുടെ അപ്പുറത്ത് നിന്ന് എന്റെ കുഞ്ഞിനെ എടുത്താൽ മതി എന്ന് പറയുന്നത് നീ പൊട്ടനാണോ? നീ പൊട്ടനാണ്. കാരണം എന്താണ്? ഈ സാങ്കേതിക വിദ്യ വളർന്നു വന്ന ഈ സാഹചര്യത്തില് നമുക്ക് അതിനൊക്കെ ഇസ്ലാമിൽ നിലപാടുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാമിന് രോഗം മാറ്റി കൊടുക്കുക. അള്ളാഹ് ഷാഫിയല്ലേ, അവനല്ലേ രോഗം കൊടുക്കുന്നത്. അവന് രോഗം മാറ്റി കൊടുക്കാനുള്ള കഴിവുണ്ടല്ലോ, കപ്പാസിറ്റിയിലെ പടച്ച തമ്പുരാന്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഉറുക്കുളു ബിരിജിലിക്ക, നിങ്ങളുടെ കാല് കൊണ്ട് നിലത്തടിക്ക്. കാലിന്റെ ഉപ്പൂറ്റി കൊണ്ട് മണ്ണടിച്ചപ്പോൾ മണ്ണിൽ നിന്ന് വെള്ളം നയാഗ്ര പോലെ പൊട്ടിവിടുകി. ജലപ്രവാഹത്തിലേക്ക് നോക്കിയിട്ട് മഹാനായ അയ്യൂബ് നബിയോട് അള്ളാഹ് പറഞ്ഞു, ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, കോരി കുടിക്കൂ, അകത്തുള്ള രോഗം മാറും. കുളിക്കൂ, പുറത്തുള്ള രോഗം മാറും. അകത്തുള്ള രോഗം മാറണമെങ്കിൽ ഉള്ളിൽ വെള്ളം പോകണം. അത് ചിലപ്പോ ഓതിയതാവും, ചിലപ്പോ ഊതിയതാവും. സൗകര്യം ഉണ്ടെങ്കിൽ കുടിക്കാൻ, ഇല്ലെങ്കിൽ കുടിക്കണം. അതാണ് കുളിക്കണം, പുറത്തുള്ള രോഗം മാറും. കുടിക്കണം, അകത്തുള്ള രോഗം മാറും. ഖുർആൻ ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. മുഗ്തസലുൻ ബാരിദ്, നല്ല തണുത്ത വെള്ളം കുളിക്കാൻ, ഷറാബ് കുടിക്കാനുള്ള വെള്ളം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു അങ്ങനെയാണ് ചികിത്സ പഠിപ്പിച്ചത്. താൻ ചെയ്യേണ്ടത് താൻ ചെയ്യണം, അല്ലാതെ ഒരിക്കലും നടക്കില്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു വാശിയുണ്ട്. അത് അങ്ങനെ ഒരു നിയമമാണ്, സഹജമായൊരു നിയമമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഉപേക്ഷിച്ചു പോയി. ഉപേക്ഷിക്കാൻ അള്ളാഹ് പറഞ്ഞു, കൊണ്ടുവന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞു. അള്ളാഹുവെ പ്രസവിച്ച ഉടനെയോ എന്റെ കുട്ടിയെ ഞാനൊന്ന് കണ്ട് നന്നായിട്ടൊന്ന് വാരിയെടുത്തില്ലല്ലോ. ഇബ്രാഹിം നബി ഒരു കാര്യം തിരിച്ചു പറഞ്ഞില്ല. ആ മകൻ നടക്കപ്രായമെത്തിയപ്പോൾ അള്ളാഹ് പറഞ്ഞു, കൊന്നേക്കാൻ പറഞ്ഞു, ബലി കൊടുക്കാൻ പറഞ്ഞു.
ചരിത്രം അറിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു അക്ഷരവും പറഞ്ഞില്ല. എന്തിനാ അള്ളാഹുവിനെ പിന്നെ തന്നത്, അങ്ങനെ ചോദിച്ചില്ല. ആ ഇബ്രാഹിം നബിയുടെ ധാർമ്മിക രോഷം പൊട്ടി ഒഴുകിയത് എപ്പോഴാണെന്നറിയോ? കാശ്മീരിന്റെ നെഞ്ചത്ത് വെടിയുതിർത്തപ്പോൾ ഇസ്ലാമിന്റെ തലയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു തരം വിറയലിരിക്കുമ്പോൾ അവരോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ തിരിച്ചൊരു മറുപടി പറയാത്ത ഇബ്രാഹിം നബി തന്റെ മകനെ ബലി കൊടുക്കണമെന്ന് പറഞ്ഞ് മിനാ താഴ്വരയിലെ ആ ബലിപീഠത്തിൽ കിടത്തിയിട്ട് കഴുത്തിലേക്ക് കത്തിവെക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവെ വേണോ എന്നൊന്ന് തിരിച്ചു ചോദിക്കാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം ധാർമ്മിക രോഷം പൊട്ടി ഒഴുകിയത് എപ്പോഴാണെന്നറിയോ? തനിക്ക് ഇസ്മായിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകനെ തരാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബിയുടെ ചാരത്ത് വന്ന മലായിക്കത്തുകൾ ഇനി എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ ലൂത്തിന്റെ ജനതയെ ഞങ്ങൾ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം നബി ഈ മലക്കുകളോട് ചോദിക്കുന്നു, 400 പേരുള്ള മുഅ്മിനീങ്ങളെ നിങ്ങൾ നശിപ്പിക്കോ? ഇല്ല. 200 പേരുണ്ടെങ്കിൽ നശിപ്പിക്കോ? ഇല്ല. 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കോ? ഇല്ല. 14 പേരുണ്ടെങ്കിൽ നശിപ്പിക്കോ? ഇല്ല. ഒരാളുണ്ടെങ്കിൽ നശിപ്പിക്കോ? ഇല്ല. അള്ളാഹുവിന്റെ ദാസനായ ലൂത്ത് അവിടെ ഇല്ലേ? അവരെന്തോ ചെയ്തോട്ടെ, അതിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷ കൊടുക്കണോ? ഒരു നിരപരാധിയെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എന്തിനാണ് ശിക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മലായിക്കത്തുകൾ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, അള്ളാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടത് ഞങ്ങൾക്ക് ചെയ്യണം. ആ ഒരു കുറ്റബോധത്തിൽ നിന്നാണ് ഇന്ന ഇബ്രാഹിം ലഹലീമുൻ അവ്വാഹും മുനീബ് എന്ന് ഖുർആൻ പറഞ്ഞത്. ഇബ്രാഹിം നബിക്ക് സങ്കടമായി. അള്ളാന്റെ കൽപ്പനയ്ക്ക് ഞാൻ ചോദ്യം ചെയ്തു. എപ്പോഴാ ഇബ്രാഹിം നബി സ്വന്തത്തോടും സ്വന്തം കുഞ്ഞിനോടും സ്വന്തം ഇണയോടും ക്രൂരമായ നിലയിലുള്ള ഒരവസ്ഥ തന്നിൽ നിന്ന് വന്നു പോകുമോ എന്ന ആശങ്കപ്പെടാതിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുർബലരായ പാവപ്പെട്ട ഒരു സമൂഹത്തിന്റെ തോന്നിയാസങ്ങൾ കാരണം ആണുങ്ങളെ ലെസ്ബിയൻ വിവാഹം പോലെ ആണിനെ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങളെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ആണുമതി എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ നികൃഷ്ടമായ പ്രവർത്തനം, ഹീനമായ പ്രവർത്തനം ചെയ്ത ഒരു സമൂഹത്തെ ദൈവിക ശിക്ഷ കൊടുക്കാൻ മലായിക്കത്തുകൾ വന്നപ്പോൾ അരുത് എന്ന് പറയാൻ ഇബ്രാഹിം നബിയുടെ ധാർമ്മിക രോഷം പൊട്ടി ഒഴുകിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഒരു നിരപരാധി പോലും കൊല്ലപ്പെടാൻ പാടില്ലെന്ന് ഇസ്ലാമിന്റെ തത്വമാണ്. മനുഷ്യരെ കൊല്ലാൻ ആരെയും അനുവദിച്ചിട്ടില്ല. തീ കായാൻ വേണ്ടിയിട്ട് പാതിരാപ്പുട നിശബ്ദതകളിൽ ആടിയല് കൂട്ടിയിടിക്കുന്ന സന്ദർഭത്തിൽ വിറകുകൾ കൂട്ടിയിട്ട് അതിന് തീ കൊളുത്തിയിട്ട് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാബത്ത് അശ്രദ്ധരായിരുന്നപ്പോൾ അതിന്റെ മറുഭാഗത്തു കൂടി ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന ചെറിയ കാല് വെച്ചിട്ട് ഉറുമ്പിൻ കൂട്ടങ്ങളെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിന്റെ മധ്യഭാഗത്തുള്ള ഞരമ്പ് ഇങ്ങനെ ഊതി വീർത്തിട്ട് മുഖത്ത് ഭാവവ്യത്യാസം വന്നിട്ട് ദേഷ്യം വന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ തീ കായുമ്പോൾ ഒരു ഉറുമ്പങ്ങാനം തീ പിടിച്ച് നശിച്ചു പോയാൽ നിങ്ങൾ റബ്ബിന്റെ കോട നിൽക്കേണ്ടി വരൂലേ സഹാബ എന്ന് ചോദിച്ചിട്ട് മുസ്തഫായ നബിതങ്ങളെ 24 മണിക്കൂർ നോക്കിയിരിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയ പ്രിയപ്പെട്ട സച്ചരിതരായ സഹാബത്ത് ഒരു നിസ്സാരമായ ആരും കാണാതെ ചവിട്ടി വരയ്ക്കപ്പെടുന്ന കോടിക്കണക്കിന് ഉറുമ്പുകളിൽ ഒരു ഉറുമ്പിന്റെ കാലിനെങ്ങാനും ഒരു തീയുടെ ചൂടടിച്ചാൽ അതിന്റെ പേരിൽ സഹാബത്ത് ശിക്ഷിക്കപ്പെടുമെന്ന് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ എങ്ങനെയാണ് ബോംബ് വെച്ചിട്ട് മുസ്ലിമിന് മറ്റുള്ളവരെ തകർക്കാൻ കഴിയുക? അതുകൊണ്ട് എല്ലാം കൂടി തലയിലിട്ടിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കാന്ന് വിചാരിച്ചാൽ അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഇവിടെ ആരും അങ്ങനെ ഒന്നും ആരെ ആളെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞു, സൂറത്ത് ആരെങ്കിലും ലുബ്ധ കാണിച്ചാൽ അത് അവനുള്ളതാണ്. സൂറത്ത് ഫത്ഹിൽ പറഞ്ഞു, കരാറുകൾ ഉടച്ചാൽ, കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്നാൽ, വാഗ്ദാനം ലംഘിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെയാണ് അതിന്റെ ശിക്ഷ ഉണ്ടാവുക. സൂറത്തു നിസായിൽ പറഞ്ഞു, നീ ചെയ്യുന്നതിനൊക്കെ നിനക്ക് തന്നെ കിട്ടും, താൻ ചെയ്തത് തനിക്ക് തന്നെ വീഴും, അതിൽ സംശയമില്ല. അതുകൊണ്ട് 9ഓളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, താൻ ചെയ്യുന്നത് തനിക്ക് തന്നെ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ. മൻ ഹഫറ വഖഅ ഫീ, ഒരു സംശയമില്ല, താൻ കുഴിക്കുക അതിൽ വീണിരിക്കും, അതിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്കാണ്. നന്മ ചെയ്താൽ നന്മ വരും, തിന്മ ചെയ്താൽ തിന്മ വരും. നന്മയുടെ വക്താക്കളായി നമ്മൾ മാറുക. വിശദീകരണങ്ങൾക്ക് വേണ്ടി ഞാൻ സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ തയ്യാറായി. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.